Good morning. Welcome to Day 2 of Goa Diaries. ബംഗളൂരു ടു ഗോവ ട്രാവൽ സീരീസിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാസർഗോഡ് ബേക്കൽ കോട്ട. അവിടെ ചർച്ച കണ്ടോ? अरे क्या है यार, इसके अंदर कौन सा चर्च है? Known after the name of Rama at the extreme end of Kola village. Santanani church ആണല്ലോ. And is also called as Hog. ഇനി കുറച്ചു നേരം കബോഡെ രാമ ഫോർട്ടിന്റെ ചരിത്രത്തിലേക്കൊന്ന് പോയിട്ട് വരാം നമുക്ക്. വർഷങ്ങൾക്ക് മുന്നേ കബോഡെ രാമ ഫോർട്ട് അവിടുത്തെ പ്രാദേശിക തലത്തിലുള്ള രാജാക്കന്മാരുടെ, അതായത് ഹിന്ദു രാജാക്കന്മാരുടെയും മുസ്ലിം രാജാക്കന്മാരുടെയും കൈകളിലായിട്ട് മാറി മറിഞ്ഞുകൊണ്ടിരുന്ന ഒരു ഫോർട്ടാണ്. ഐതിഹ്യമാലകൾ അനുസരിച്ച് രാമായണത്തിലെ ശ്രീരാമനും സീതാദേവിയും അവരുടെ 14 വർഷത്തെ വനവാസത്തിനിടയ്ക്ക് ഇവിടെ വന്ന് അഭയം പ്രാപിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സൂണ്ട രാജാക്കന്മാർ ഈ കോട്ട നിർമ്മിച്ചപ്പോൾ അതിന് രാമകില്ല എന്നാണ് പേരിട്ടിരുന്നത്. അതിനുശേഷം മൈസൂർ ഭരിച്ചിരുന്ന ഹൈദർ അലിയുടെ മകനായ ടിപ്പു സുൽത്താന്റെയും അധിനിവേശത്തെ ഭയന്നുകൊണ്ട് തന്റെ സംരക്ഷണത്തിനായി പോർച്ചുഗീസുകാർക്ക് ഈ കോട്ട കൈമാറിയതായാണ് അറിയപ്പെടുന്നത്. ഇതൊന്നുമല്ലാതെ പോർച്ചുഗീസുകാരുടെ കയ്യിൽ പെടാതെ സൂണ്ട രാജന്റെ കയ്യിൽ നിന്നും ഈ കോട്ട ഹൈദർ അലി പിടിച്ചെടുത്തെന്നും ഉള്ളൊരു കഥ പ്രചാരത്തിലുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെയോ ഒടുവിൽ അത് മാറി മറിഞ്ഞ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ വന്നു എന്നുള്ളത് വാസ്തവമാണ്. കാരണം അവരുടെ കയ്യിൽ വന്നതിൽ പിന്നെയാണ് ഇതിന് കബോ ഡെ രാമ ഫോർട്ട് എന്ന് പേരിട്ടത്, അതായത് കേപ്പ് ഓഫ് രാമ ഫോർട്ട്. അറബിക്കടലിലേക്ക് എത്തി നോക്കുന്ന ഒരു മുനമ്പ് അല്ലെങ്കിൽ കേപ്പ്. അത് പോർച്ചുഗീസ് ഭാഷയിലോട്ട് തർജ്ജിമ ചെയ്തപ്പോൾ കേപ്പ് ഓഫ് രാമ എന്നുള്ളത് കബോ ഡെ രാമ എന്നും ആയി. പോർച്ചുഗീസുകാരുടെ കയ്യിൽ വന്നതിന് ശേഷം ഇവിടെ ഒരു മിലിറ്ററി ബേസ് ആരംഭിക്കുകയും കൂട്ടത്തിൽ ഒരു കമാൻഡറിന്റെ ക്വാർട്ടേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുകയും അതിന്റെ കൂടെ ഒരു ചാപ്പലും അവർ നിർമ്മിക്കുകയുണ്ടായി. അതാണ് നമ്മൾ ഇപ്പൊ കണ്ട സെന്റ് ആന്റണീസ് ചർച്ച് കബോ ഡെ രാമ. പോർച്ചുഗീസുകാരുടെ സമയത്ത് തന്നെ ഇതൊരു ഗവൺമെന്റ് പ്രിസൺ ആയിട്ടും, അതായത് ഈ കോട്ട ഒരു സർക്കാർ നിയന്ത്രിത കാരാഗൃഹമായിട്ടും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1950-55 കാലഘട്ടം വരെ. അതും കഴിഞ്ഞ് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇതൊരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻ സെന്റർ ആയിട്ട് മാറിയത്. കോട്ടവാതിലിനകത്തൂടെ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണുന്നത് സെന്റ് ആന്റണീസ് ചാപ്പലാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ചു നേരം കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇടത്തോട്ടും വലത്തോട്ടും കോട്ട ചുറ്റി കാണാനുള്ളൊരു അവസരമുണ്ട്. അതിനിടയിൽ കൂടെ തന്നെ നമുക്ക് താഴെയുള്ള പെബിൾ ബീച്ചിലേക്ക് പോകാനുള്ളൊരു ഇടുങ്ങിയ ഒരു പടിക്കെട്ടും അതിനടുത്ത് തന്നെ ഉണ്ട്. ട്രെക്കിങ്ങിനായിട്ടൊക്കെ വരുന്നവർക്ക് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. കബോഡെ രാമ ഫോർട്ടിന്റെ ചരിത്രവും ചുറ്റുപാടുകളൊക്കെ ഇതൊക്കെ തന്നെയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി ദേ നിങ്ങളിലേക്ക് നേരിട്ട്.
Good man, yeah, you man, yeah, yeah. Okay. Good. Say cheese. അനു ഒന്നെടുത്ത് ഫോട്ടോ എടുത്താൽ ആരെങ്കിലും എടുത്തായോ അനു വെള്ളം കുടിക്കുന്നു. ലൂക്ക് പോകുന്നില്ലേ? വേണ്ട. പറഞ്ഞു പോയോ? ഹലോ. ഇനി നിങ്ങളെല്ലാരും പല ഡയറക്ഷനിലോട്ട് അങ്ങോട്ട് ആകാശത്തേക്ക് നമ്മള് പോയത് വേറെ ബീച്ചാട്ടോ. അലീഷ സംസാരിച്ചോണ്ട് ഫോട്ടോ ആവശ്യമില്ല അതുപോലെ ക്ഷീണിച്ചു പോയോ മല കയറിയപ്പോ? സാരല്ല. ഇനി നമ്മൾ പെബിൾ ബീച്ചിലേക്കാണ് പോകുന്നത്. മറ്റേ ഫോർട്ട് കഴിഞ്ഞ് ഫോർട്ടിൽ കന്യായ വ്യൂസ് ആയിരുന്നു. ആ വ്യൂ കഴിഞ്ഞ് നമ്മൾ പെബിൾ ബീച്ചിലേക്ക് താഴോട്ട് വിടുന്ന എനിക്ക് തോന്നുന്നൊരു യൂ ടേണാണ് എടുക്കേണ്ടത്. നോക്കാം എങ്ങനെയാണെന്ന്. ലുക്സ് ലൈക്ക് ദ പെബിൾ ബീച്ച് ഈസ് ഓൺ ദ റൈറ്റ് സൈഡ്. ഇറ്റ്സ് നോട്ട് എ യൂ ടേൺ. അതെ ദിസ് വേ ഇതല്ലേ? അപ്പോൾ ഇതാണ് പെബിൾ ബീച്ചിലേക്ക് പോകുന്ന റൂട്ട്. അവിടെ എന്തോ ഉണ്ടെന്നാണ് പറയുന്നത്. സോ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. വയ്ക്കോ ഞാൻ പറഞ്ഞോളാം. എപ്പോട്ടേനോ ഓ പറയോ. ഇതാണ് ഫോർട്ടിനകത്തുള്ള വേറൊരു സൺസെറ്റ് വ്യൂ പോയിന്റ് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ അപാര വ്യൂ ആണ്. ആക്ച്വലി ബ്രെത്ത് ടേക്കിംഗ് വ്യൂ തന്നെ പറയണം. ഇത് ശരിക്കും വേറെ തന്നെയുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ് അല്ലെ. കടലും കരയും കൂടെ ഒരുമിച്ച് നമുക്കൊരു ഉയർന്ന ഒരു സ്ഥലത്ത് നിന്ന് നോക്കുന്ന ഒരു വ്യൂ കിട്ടുക എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു എല്ലാ ബീച്ചിലൊന്നും ഇതില്ല. നമ്മുടെ വർക്കല ക്ലിഫിലൊക്കെ പോവാണെങ്കിൽ ഇങ്ങനെ ഒരു വ്യൂ കിട്ടും. അതുകൂടാതെ ഗോവയിൽ തന്നെയുള്ള ദിൽചാദ് ഫോർട്ടിന്റെ മുകളിൽ പക്ഷെ ഇതുപോലെ മലയും കടലും കൂടെ അടുത്തുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും സ്ഥലം അറിയാമെങ്കിൽ കമന്റ് ചെയ്യട്ടോ. ഇനി അടുത്തത് പെബിൾ ബീച്ചിലോട്ടാണ് പോകുന്നത്. അതിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. വീഡിയോ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പ്ലീസ് ലൈക്ക്, ഷെയർ, കോമെന്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.